ഒരാൾ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്, നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നമ്മൾ കിണ്ടിയിൽ ജലം വച്ചില്ലെങ്കിൽ വളരെ വലിയ ദോഷമാണ്, വീട്ടിൽ നിത്യദാരിദ്ര്യം ഉണ്ടാവും, കടം വന്നു കൂടും എന്നൊക്കെ പറയുന്നു. ഇത് ശരിയാണോ? ഹൈന്ദവ ആചരണ പദ്ധതിയിൽ നിലവിളക്ക് തെളിയിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. വീട്ടിൽ നിത്യേന നിലവിളക്ക് തെളിയിക്കുന്നത് ഐശ്വര്യവർദ്ധനവിനും അതുപോലെ തന്നെ ഈശ്വര സാന്നിധ്യം കൂടുതലായിട്ട് വരുന്നതിന് കാരണമാകുന്നു. നിലവിളക്കിനോടൊപ്പം തന്നെ നമ്മൾ കിണ്ടിയിൽ ജലം വയ്ക്കാറുള്ള പതിവുമുണ്ട്. എന്നാൽ ഇത് ഒരു നിർബന്ധമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നിലവിളക്ക് തെളിയിക്കുക എന്നുള്ള പരമമായിട്ടുള്ള കാര്യം, ഒപ്പം തന്നെ കിണ്ടിയിൽ ജലം തീർത്ഥമായിട്ട് അഗ്നി ജല സംബന്ധിയായിട്ടുള്ള കാര്യമാണ്. അഗ്നിതത്വവും ജലതത്വവും അവിടെ വേണമെന്നുള്ളത്. അപ്പോൾ ആ ജലതത്വവും കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ചിലർ ഗ്ലാസ്സിലൊക്കെ കൊണ്ടുവയ്ക്കും, അതിലൊന്നും യാതൊരു കുഴപ്പമില്ല, നമുക്ക് അങ്ങനെയും വയ്ക്കാം. ഇനി ഒരു പക്ഷേ നിങ്ങൾ നിലവിളക്ക് തെളിയിച്ചപ്പോൾ തീർത്ഥം ആയിട്ട് കിണ്ടിയിൽ ജലം വച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടും ഒരു കുഴപ്പം സംഭവിക്കുക. ഈ പറഞ്ഞ പോലെ നിലവിളക്ക് തെളിയിച്ചിട്ട് കിണ്ടിയിൽ വെള്ളം വച്ചില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദോഷം സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ കിണ്ടിയൊന്നും മേടിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ആൾ അതോടുകൂടി ഭയന്ന് നിലവിളക്കും കൂടെ തെളിയിക്കുന്നത് നിർത്താറുണ്ട്. അതായിരിക്കും അവർക്ക് മോശം ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ആൾക്കാരിങ്ങനെ ഭയപ്പെടുത്തുന്ന തരത്തിലൊക്കെ ചിലരൊക്കെ പറഞ്ഞു തരും. ശരിക്കും പറഞ്ഞാൽ നിലവിളക്ക് മാത്രം തെളിയിച്ച് പ്രാർത്ഥിച്ചാലും അതിൻ്റെതായ ഗുണം കിട്ടും. ഈ കിണ്ടിയിൽ വെള്ളം വച്ചില്ല എന്ന് പറഞ്ഞ് യാതൊരു ദോഷവും സംഭവിച്ചും കണ്ടിട്ടില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരടുത്ത് നമ്മൾ ചെവി കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്.